ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്ത മാസം ആദ്യത്തോടെ സംപ്രേഷണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. സീസൺ 7ന്റെ ലോഗോ ഏഷ്യാനെറ്റ് അധികൃതർ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. മികച്ച സ്വീകരണമാണ് ലോഗോയ്ക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. അടുത്ത ബിഗ് ബോസ് സീസണിലും അവതാരകൻ മോഹൻലാൽ തന്നെയായിരിക്കുമെന്നും ലോഗോ ഉറപ്പിക്കുന്നു. സീസൺ 7ൽ ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളായി എത്തുകയെന്നത് സംബന്ധിച്ച പ്രവചനങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പലരിലും തുടങ്ങി സിനിമാ സീരിയൽ രംഗത്തേക്കും അനേകം ആളുകളുടെ പേരുകളാണ് മത്സരാർത്ഥികളായി പറഞ്ഞു കേൾക്കുന്നത്. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത്. രേണുവിൻ്റെ റീൽ വീഡിയോകളും ആൽബങ്ങളും വൻതോതിൽ വൈറലാണ്. ഒട്ടനവധി വിവാദങ്ങളും താരത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നു. ഇതോടെ തന്നെ ഇവർ ബിഗ് ബോസിൽ എത്തിയേക്കുമെന്ന തരത്തിൽ ചർച്ചകൾ ഉയരാൻ തുടങ്ങിയിരുന്നു. മറ്റ് ചിലരാകട്ടെ ബിഗ് ബോസിലേക്ക് പോകാനുള്ള താല്പര്യം പരസ്യമായി പ്രകടിപ്പിച്ചും രംഗത്ത് വരുന്നുണ്ട്. എന്നാലിതാ മോഹൻലാൽ വിളിച്ചാലും ബിഗ് ബോസ് ഷോയിലേക്ക് ഇല്ലെന്നാണ് നടി മായ വിശ്വനാഥ് പറയുന്നത്. ബിഗ് ബോസിലേക്ക് പോകേണ്ട എന്നാണ് തീരുമാനം. ഇനിയിപ്പോൾ 10 കോടി രൂപ തരികയാണെങ്കിൽ പോകാം. പുറത്തിറങ്ങിയാലും ജീവിക്കണമല്ലോ. ലാലേട്ടനല്ല ആര് വിളിച്ചാലും ബിഗ് ബോസിലേക്കില്ല. അങ്ങനെ ലാലേട്ടൻ വിളിച്ചാൽ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നും ഒരു യൂട്യൂബ് ചാനലിനോടായി അവർ പറയുന്നു. ബിഗ് ബോസിൽ നേരത്തെ തന്നെ പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2020 ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ വിളിക്കുന്നുണ്ട്. ഒരിക്കൽ വിളിച്ചപ്പോൾ എൻ്റെ സഹോദരിയുടെ മകൻ്റെ വിവാഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. സർപ്രൈസ് പോലെ എന്നെ കയറ്റാനായിരുന്നു നീക്കം. രജിത് കുമാർ സാറൊക്കെയുള്ള സീസണാണ്. അദ്ദേഹത്തിനെതിരായി നിൽക്കണമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അങ്ങനെ ആർക്കും എതിരായി ഞാൻ നിൽക്കില്ലെന്നും പറഞ്ഞു. എനിക്ക് എൻ്റേതായ അഭിപ്രായമുണ്ട്, പുള്ളിക്ക് പുള്ളിയുടേതായ അഭിപ്രായമുണ്ട്. അങ്ങനെ പോകാനായി എല്ലാം തയ്യാറായി. വെള്ളിയാഴ്ചയാണ് വിമാനം കയറേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് ഇവർ എന്നെ ചീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് കിട്ടിയ മറ്റൊരു വർക്കിൽ നിന്നും മാറി നിൽക്കുന്ന സമയമാണ്. ഒടുവിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഒരാളെ തിരിച്ചു കയറ്റി വേറെ ആരെയും കയറ്റുന്നില്ലെന്ന് പറഞ്ഞത്. ഒന്നും പറയാതെ ഞാൻ ഫോൺ കട്ട് ചെയ്ത് കോഴിക്കോട് പോയെന്ന് നടി പറയുന്നു. അവിടെ എത്തിയ സമയത്താണ് അമൃതയെയും അഭിരാമിയെയും കയറ്റിയതായി അറിയുന്നത്. ഞാനത് ആരോടും വിളിച്ചു ചോദിക്കാൻ പോയില്ല. ഇതേക്കുറിച്ച് ചാനലിൽ വിളിച്ചു ചോദിക്കാൻ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തോ കുഴപ്പക്കാരിയാണെന്ന് പറയും. അന്ന് ഞാനെടുത്ത തീരുമാനമാണ് ഇനി എന്തു വന്നാലും ബിഗ് ബോസിലേക്കില്ലെന്ന്. അല്ലെങ്കിൽ അവർ എനിക്ക് 10 കോടി രൂപ തരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ ഇനി ബിഗ് ബോസിലേക്കില്ലെന്ന് അവരോട് വ്യക്തമാക്കിയതാണ്. അന്ന് എനിക്ക് സാമ്പത്തികപരമായും മറ്റും ഒരുപാട് നഷ്ടം വന്നിരുന്നു. അതൊക്കെ അവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സീസണിലേക്ക് വിളി വന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു ക്ഷണം വരികയാണെങ്കിലും ഇനി ബിഗ് ബോസിലേക്ക് ഇല്ലെന്നും താരം ഉറപ്പിച്ച് പറയുന്നു.